അച്ഛാ, ഓണമല്ലേ വരുന്നത്, ഒരുങ്ങണ്ടേ? വേണം. എല്ലാവർക്കും ഡ്രസ്സും എടുക്കണ്ടേ? അതും വേണം. അവസാനത്തേക്ക് മാറ്റിവെച്ച ചിലപ്പോ തിരക്കാവൂ അച്ഛാ. എല്ലാം നേരത്തെ തന്നെ വാങ്ങി വെക്കുന്നതാണ് നല്ലതെന്നാ തോന്നുന്നത്. മേടിക്കാം. അച്ഛാ, അച്ഛന്റെ കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? ഈ ചോദ്യം ഈ വീട്ടിൽ മോള് മാത്രമേ ചോദിക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും ആവശ്യങ്ങൾ പറയും. മോള് മാത്രമേ അത് നടത്താനുള്ള കാശുണ്ടോ എന്ന് ചോദിക്കാറുള്ളൂ. അത് വേണമല്ലോ അച്ഛാ. കുടുംബം നടത്തുക പറയുന്നത് നിസ്സാര കാര്യമാണോ? കാശിന് കാശ് തന്നെ വേണ്ടേ? കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നാ. കാശില്ലെങ്കിൽ ഉണ്ടാക്കണം. സദ്യ ഓർഡർ ചെയ്താലോ? ഇവിടെ തന്നെ ഉണ്ടാക്കണോ? നമുക്ക് ഓർഡർ ചെയ്താൽ മതി. അതാവുമ്പോഴേ നമുക്കൊക്കെ ഒരുപാട് സമയം കിട്ടും. സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നാ സദ്യ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒറ്റയ്ക്കോ? അതെ, ഒറ്റയ്ക്ക്. ഓണസദ്യ വീട്ടിൽ തന്നെ വെക്കണം, അതല്ലേ ഒരു രസം. അല്ല, നീ പാചകം ചെയ്യുന്നെങ്കിൽ ആയിക്കോ, സമ്മതിച്ചു. കൊടുക്കോ അതരിഞ്ഞതാ ഇതരിഞ്ഞതാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചേക്കരുത്. ആരും വിളിക്കില്ല പോരെ? മതി മതി, വാ പാർവതി, നമുക്ക് കാണാം അവൾ എന്താ ഉണ്ടാക്കുന്നത്. അച്ഛാ, ഇത്തവണ എനിക്ക് ചുമന്ന കരയുള്ള സാരി വാങ്ങിച്ചു തരോ? അതെന്താ മോളെ? അല്ല, ഒരാഗ്രഹം. ഒന്നെങ്കിൽ ചുമന്ന കരയുള്ള സാരി, അല്ലെങ്കിൽ ചുരിദാർ. പക്ഷെ ചോപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. ഈ ചോപ്പേ അപായത്തിന്റെ സിഗ്നൽ അല്ലേ മോളെ? അതെനിക്ക് നന്നായിട്ട് ചെയ്തു വെച്ചാ. ചുമപ്പ് മതി, വേറെ ഏതെങ്കിലും കളർ വാങ്ങി ഞാൻ ഇടില്ലേ. മോളെ, മോക്കെന്തെങ്കിലും ആഗ്രഹം? എനിക്കൊന്നുമില്ല അച്ഛൻ. അച്ഛൻ എന്ത് വാങ്ങി തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് പരാതിയൊന്നുമില്ല. മോളാണ് എന്റെ ശരിക്കുള്ള മോള്. ദൈവത്തിനെന്തോ ചെറിയ കൈപ്പഴ പറ്റിയത്. അതുകൊണ്ടാ മരുമോളായിട്ട് ഈ വീട്ടിൽ വന്നു. നിനക്ക് ഈഗോ അടിക്കരുത് കേട്ടോ.